Hello students, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് പഠിക്കാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഇക്വാലിറ്റി ഓഫ് 2 സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. അപ്പോൾ 2 സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വാലിറ്റി, അതായത് എത്രത്തോളം ഈക്വൽ ആണ്, ഒരേ പോപ്പുലേഷനിൽ നിന്നാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഇന്നത്തെ പണി. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഫോർമുലാസാണ് Z ടെസ്റ്റും അതുപോലെ F ടെസ്റ്റും. Z ടെസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. വെൻ N is large, that is the sample N എന്ന് പറയുന്നത് ലാർജ് സൈസ് ആകുമ്പോൾ, അതായത് 30ൽ കൂടുതലാകുമ്പോൾ, 30ൽ കൂടുതലാകുമ്പോൾ നമ്മൾ എടുക്കുന്നത് Z ടെസ്റ്റും 30ൽ കുറവാകുമ്പോൾ നമ്മൾ എടുക്കുന്നത് F ടെസ്റ്റുമാണ്. ഇൻ ദ കേസ് ഓഫ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സാമ്പിൾ മീൻ ആകുമ്പോൾ അല്ല, സാമ്പിൾ മീൻ ആകുമ്പോൾ ഏതൊക്കെയാണ് എടുക്കുക? Z അല്ലെങ്കിൽ T. ഓക്കെ, ഇവിടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ നമ്മൾ Z ടെസ്റ്റ് എടുക്കുന്നത് എപ്പോഴാണ്? വെൻ N is large and F ടെസ്റ്റ് വെൻ N is small. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുലാസ്. Z is equal to S1 minus S2 by SC and SC is equal to root of sigma 1 square by 2n1 plus sigma 2 square by 2n2. SC is equal to root of S1 square by 2n1 plus S2 square by 2n2. ഇനി n സ്മോൾ ആവുന്ന കേസിൽ എന്ത് വരും? F ടെസ്റ്റ് വരും. n1 S1 square by n1 minus 1 whole by n2 S2 square by n2 minus 1. ഇങ്ങനെയാണ് ഫോർമുല എങ്കിൽ കൂടിയും നമുക്ക് ഈ n1 S1 സ്ക്വയർ ആണോ ബൈ n1 മൈനസ് 1 ഇതാണോ, അല്ലെങ്കിൽ n2 S2 സ്ക്വയർ ബൈ n2 മൈനസ് 1 ഇതിൽ ഏതാണ് വലുത് എന്ന് വരുന്നത് വെച്ചാൽ അതാണ് നമ്മൾ ടോപ്പിൽ എടുക്കേണ്ടത്. അതായത് ന്യൂമറേറ്ററിൽ എടുക്കേണ്ടത് ലാർജർ വേരിയൻസ് ബൈ സ്മോളർ വേരിയൻസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ചെയ്തിട്ട് കിട്ടി, ഇതൊരു സംഭവം ചെയ്തിട്ട് ഒരു 9 കിട്ടി. ഇത് ചെയ്തിട്ട് കിട്ടിയത് നിങ്ങൾക്ക് 13 ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം? 13/9 എന്നാണ് കേട്ടോ ചെയ്യേണ്ടത്, അല്ലാതെ ഈ ഫോർമുലയിലിട്ട് കൊടുക്കരുത്. അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. ഈ ഫോർമുല ഞാൻ കാര്യമായിട്ട് പഠിപ്പിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ലാർജർ വേരിയൻസ് സ്മോളർ വേരിയൻസ് ഡിവൈഡ് ആണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ലാർജർ വേരിയൻസ് ബൈ സ്മോളർ വേരിയൻസ് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ 9ഉം 13 ആണെങ്കിൽ 13/9 എന്നാണ് കേട്ടോ ചെയ്യേണ്ടത്, അല്ലാതെ 9/13 എന്ന് ചെയ്യരുത്. ഓക്കെ, ഫോർമുല ഇങ്ങനെ തന്നാൽ പോലും നമ്മൾ ലാർജർ വേരിയൻസ് ആണ് ന്യൂമറേറ്ററിൽ യൂസ് ചെയ്യുക, അതുപോലെ ഡിനോമിനേറ്ററിൽ സ്മോളർ വേരിയൻസും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, ഇത് എപ്പോഴും വരുത്തിക്കാവുന്നൊരു തെറ്റാണ്, അത് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ എഫിനാണെങ്കിൽ നമുക്ക് F ടേബിൾ വാല്യൂ കണ്ടെത്താനുണ്ട്. അത് നമ്മൾ Z ടേബിൾ ആയിരുന്നെങ്കിൽ Z ടേബിൾ വാല്യൂ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താമായിരുന്നു അല്ലേ. അതായത് T ഡിസ്ട്രിബ്യൂഷൻ്റെ ലാസ്റ്റ് ലൈൻ ഇൻഫിനിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ Z ടേബിൾ വാല്യൂൻ്റെ, അതായത് 0.05 ആണെങ്കിൽ 1.96 ആണ് Z ടേബിൾ വാല്യൂ. 0.01 ആണെങ്കിൽ നമുക്കറിയാം Z ടേബിൾ വാല്യൂ 2.576 ആണ്. അപ്പോൾ അതിൽ നമുക്കൊരു T ഡിസ്ട്രിബ്യൂഷൻ്റെ ലാസ്റ്റ് ലൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ F വേറെ തന്നെയാണ്. F ഡിസ്ട്രിബ്യൂഷൻ അതായത് RA ഫിഷറിൻ്റെ അതല്ലേ, അത് വേറെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഡിഗ്രി ഫ്രീഡം കണ്ടുപിടിക്കണം. ഡിഗ്രി ഫ്രീഡം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? n1 മൈനസ് 1ഉം n2 മൈനസ് 1ഉം ഏത് ആൽഫയാണെന്നുള്ളതും ചൂസ് ചെയ്യണം. അപ്പോൾ ആൽഫ നമുക്ക് ശ്രദ്ധിക്കണം. ആൽഫ 2 എണ്ണേ ഉള്ളൂ നമുക്ക് ടേബിളിൽ. ആൽഫ 0.05ഉം 0.01ഉം. അപ്പോൾ ഈ 2 ആൽഫയെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൂ, ടേബിൾ ബുക്കിലൊക്കെ നമുക്ക് കിട്ടാനുള്ളൂ. അപ്പോൾ 0.05 ആണെങ്കിൽ n1 മൈനസ് 1ഉം n2 മൈനസ് 1ഉം എടുക്കുക. അല്ലെങ്കിൽ 0.01 ആണ് തന്നിരിക്കുന്നതെങ്കിൽ n1 മൈനസ് 1ഉം n2 മൈനസ് 1ഉം. ഈ എടുക്കുന്ന ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലാർജർ വേരിയൻസിൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷനിൽ നിന്നും കുറച്ചത് വേണം എടുക്കാൻ, അതുപോലെ സ്മോളർ വേരിയൻസിൻ്റെ വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇത്രയും ഫോർമുല നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ F ടെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. F ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നോക്കുന്നത്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2 സാമ്പിൾസ് ഓഫ് സൈസസ് 10 and 14 ഫ്രം 2 നോർമൽ പോപ്പുലേഷൻസ് ആർ 3.5 and 3 റെസ്പെക്റ്റീവ്ലി. എക്സാമിൻ വെദർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോപ്പുലേഷൻസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് 2 സാമ്പിൾ സൈസസ് തന്നിട്ടുണ്ട്, അതുപോലെ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആ പോപ്പുലേഷൻ്റെ 2ഉം ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടു ടെസ്റ്റ് ദ ഇക്വാലിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് സാമ്പിൾ ഡീവിയേഷൻസ്. ഓക്കെ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ H0 സെറ്റ് ചെയ്യുക, H1 സെറ്റ് ചെയ്യും. H0 നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യും? sigma 1 is equal to sigma 2 and H1 is equal to sigma 1 not equal to sigma 2. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? There is no significant difference between the 2 sample standard deviations
and the other one is there is significant difference between two sample standard deviation. അപ്പോൾ ഇത് രണ്ടും എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആൽഫ സെറ്റ് ചെയ്യുക. ആൽഫയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട് 0.05 എടുത്താൽ മതി. അപ്പോൾ ആൽഫ നമുക്ക് 0.05 കേട്ടോ. എൻ്റെ ഡിഗ്രി ഫ്രീഡം ആണ് കുറച്ചൊരു വ്യത്യാസമുള്ളത്, അത് നമുക്ക് അവസാനത്തെ കണ്ടുപിടിക്കും. ഇനി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ചൂസ് ചെയ്യണം? ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്? അത് സാമ്പിളിൻ്റെ സൈസ് നോക്കിയിട്ട് 10ഉം 14ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10ഉം 14 ആണെങ്കിൽ 30ൽ ബിലോ ആണെങ്കിൽ നമുക്ക് ടി എടുക്കാം, എഫ് എടുക്കാം. അപ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ടി എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ടി എന്തിനു മാത്രം ഉപയോഗിക്കുന്നത്? സാമ്പിൾ മീനുകൾ തമ്മിലുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യില്ല, കാരണം ഇവിടെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ എഫ് ടെസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ സെഡ് ടെസ്റ്റ്. അപ്പോൾ സെഡ് ടെസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? വെൻ ദ സാമ്പിൾ സൈസസ് ലാർജ്, മോർ ദാൻ 30. ഇവിടെ ലെസ് ദാൻ 30 ആണ് അല്ലേ? സൈസസ് ഏതൊക്കെയാണ്? സൈസസ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. n1 is equal to 10 and n2 is equal to 14. പിന്നെ സിഗ്മ 1 അല്ലെങ്കിൽ S1 അല്ലേ? രണ്ടും സാമ്പിളിൻ്റെ ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ S1 എഴുതാം കേട്ടോ. അപ്പോൾ S1 is equal to 3.5 and S2 is equal to 3. അപ്പോൾ രണ്ട് സാമ്പിളിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, 3.5ഉം 3ഉം. ഒരെണ്ണത്തിൻ്റെ നമ്പർ 10ഉം മറ്റേതിൻ്റെ 14. അപ്പോൾ ലെസ് ദാൻ 30 ആണ്. വി ക്യാൻ യൂസ് എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റിൻ്റെ ഫോർമുല എന്താണ്? ലാർജർ വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്മോളർ വേരിയൻസ്. ഇത് മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് ആക്കിയാൽ മതി. മറ്റേ ഫോർമുല നമുക്ക് ബൈ ഹാർട്ട് ആക്കണ്ട, പക്ഷെ അറിയണം. കാരണം ഇതിൽ ലാർജർ ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ലാർജർ വേരിയൻസ് ആണോ സ്മോളർ വേരിയൻസ് ആണോ എന്ന് നമുക്ക് അറിയാണ്ടി നമ്മൾ ആ ഫോർമുലയായിട്ട് ചെയ്യുന്നു. എന്താണ് ഫോർമുല? n1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1 n2 s2 സ്ക്വയർ ബൈ n2 മൈനസ് 1. അപ്പോൾ n1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1 അത് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ n1 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 10. s1 സ്ക്വയർ 3.5 സ്ക്വയർ. n1 മൈനസ് 1 10 മൈനസ് 1. ദാറ്റ് ഈസ് 10 ഇൻറ്റു 3.5 സ്ക്വയർ എത്രയാണ്? 12.25 അല്ലേ? ബൈ 9. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 10 ഇൻറ്റു 12.25 എന്ന് പറഞ്ഞാൽ നമുക്ക് 122.5 ബൈ 9 വിച്ച് ഈസ് ഈക്വൽ ടു, കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 13.61. ഓക്കെ, 13.61. അതുപോലെ n2 s2 സ്ക്വയർ എന്താണെന്ന് നോക്കുക, ബൈ n2 മൈനസ് 1 ചെയ്യുക കേട്ടോ. അപ്പോൾ n2 എന്ന് പറയുന്നത് 14 ആണ്. s2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ വരും. n2 എന്ന് പറഞ്ഞാൽ 14 മൈനസ് 1. ദാറ്റ് ഈസ് 14 ഇൻറ്റു 9 ബൈ 13. 14 ഇൻറ്റു 9 എത്രയാണ്? 126 by 13. 126 by 13 എത്രയാണ്? കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യാം കേട്ടോ. 9.69. അപ്പോൾ വിച്ച് വൺ ഇസ് ദ ലാർജർ ഹിയർ? ദിസ് വൺ ഇസ് ദ ലാർജർ വേരിയൻസ്. 13.61 ആണ്, മറ്റേത് 9.61. അപ്പം ഇതിൻ്റെ കേസിൽ ഓക്കെയാണ്, ഈ ഫോർമുല ഓക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ലാർജർ വേരിയൻസ് ഏതാണ്? ലാർജർ വേരിയൻസ് 13.61 by 9.61. ഓക്കെ, 13.61 by 9.61. 69 സോറി, 13.61 by 9.69. അപ്പോൾ അത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.405. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ എഫിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എഫ് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് മാത്രമാണ് നിങ്ങൾ ഏത് ടേബിൾ എടുക്കേണ്ടത്? എഫ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, അത് നോക്കുക, അതെടുത്തിട്ട് വേണം. അതിൽ രണ്ടെണ്ണം ഉണ്ടാവും, 0.05ഉം 0.01ഉം. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് 0.05 ആണോ 0.01 ആണോ എന്ന് പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട് നമ്മൾ 0.05 എടുക്കും. അപ്പോൾ ഇവിടെ ലാർജർ വേരിയൻസിന് മുകളിലെ ഭാഗം ലാർജർ വേരിയൻസും അതുപോലെ ഈ സൈഡിൽ വരുന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സ്മോളർ വേരിയൻസ് ആയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഡിഗ്രി ഫ്രീഡം ഇവിടെ എഴുതിയിട്ടുണ്ടോ? 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ലാർജർ വേരിയൻസിൻ്റെ അതുപോലെ 2, 3 അങ്ങനെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ലാർജർ വേരിയൻസ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ലാർജർ വേരിയൻസിൻ്റെ n1 മൈനസ് 1 ഏതാണ്? ലാർജർ വേരിയൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 10 മൈനസ് 1 ആണ് അല്ലേ? n1 മൈനസ് 1. അപ്പോൾ n1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 9 ആൻഡ് സ്മോളർ വേരിയൻസിൻ്റെ n2 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 13.
അല്ലാതെ ഇതിലുള്ള വലുത് എടുത്തിട്ട് മുകളിൽ എഴുതരുത് കേട്ടോ. അപ്പോൾ അതാണൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ലാർജർ വേരിയൻസ് ഏതാണോ നോക്കുക, ആ ലാർജർ വേരിയൻസിന്റെ n1 - 1, അതായത് അതിന്റെ താഴെയുള്ള സംഭവം. അത് ഇവിടെ ഇപ്പൊ 9 ആണ്, അപ്പൊ 9 എടുക്കുന്നു. അത് ഇവിടെ മുകളിലെടുക്കുക, ഇവിടെ സ്മോളർ വേരിയൻസിൻ്റെ 13 എടുക്കുക. അപ്പൊ ഇവിടെ 13 ഉണ്ടാവും. എന്നിട്ട് നമ്മൾ 13ലേക്ക് 9ഉം 13ഉം ഇങ്ങനെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 9ൽ 13 നോക്കുക. അതായത് എത്ര വരും? 9ൽ 13 എന്ന് പറയുമ്പോൾ അതായത് 2.714, ദാറ്റ് ഈസ് 2.72. നിങ്ങൾ ആ ബുക്ക് എടുക്കുക, ബുക്കിൽ 0.05 മാത്രം എടുക്കുക. അതിൽ ലാർജർ വേരിയൻസിൻ്റെത് ഡിഗ്രി ഫ്രീഡം കൊടുക്കുക. ലാർജർ വേരിയൻസിൻ്റെ ഡിഗ്രി ഫ്രീഡം എന്ന് പറയുമ്പോൾ n1 - 1, ഇതാണ് ലാർജർ വേരിയൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഫ്രീഡം എന്ന് പറഞ്ഞാൽ n1 - 1, ദാറ്റ് ഇസ് 9. ആൻഡ് സ്മോളർ വേരിയൻസ് ഇതാണ് 9.69 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഫ്രീഡം എന്ന് പറഞ്ഞാൽ n2 - 1, ദാറ്റ് ഇസ് 13. ഓക്കെ, അപ്പം ലാർജർ വേരിയൻസ് നമ്മൾ മുകളിലും ടോപ്പിലും, സ്മോളർ വേരിയൻസ് ലെഫ്റ്റ് സൈഡിലും, അങ്ങനെയാണ് എടുക്കുക. 9ൽ 13. ഓക്കെ, ഇത് ഏത് പേജാണ് എടുക്കേണ്ടത്? 0.05 എന്നുള്ള പേജ്. അപ്പം 2 പേജുകളിലായിട്ടാണ് ഉണ്ടാവുക ടേബിള്. 0.05 ഒന്ന് 0.01. അപ്പോൾ 0.05 എടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം ഞാനത് വായിക്കട്ടെ. നമുക്ക് ആ പോയിന്റ് ചെയ്തു. അപ്പോൾ എഫ് ടേബിൾ വാല്യൂ നമ്മളിപ്പോൾ കണ്ടെത്തിയത് എത്രയാണ്? എങ്ങനെയാണ് കണ്ടെത്തിയത്? ആൽഫ നോക്കും, ആൽഫയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഒന്ന് ഡിഗ്രി ഫ്രീഡം. ഡിഗ്രി ഫ്രീഡം എങ്ങനെയാണ് നോക്കുന്നത്? ആ ഡിഗ്രി ഫ്രീഡം കാണാൻ നമുക്ക് n1 - 1ഉം അതുപോലെ n2 - 1ഉം ആണ് എടുക്കുന്നത് അല്ലേ, ഡിഗ്രി ഫ്രീഡം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിഗ്രി ഫ്രീഡം നോക്കിയത് നമ്മൾ കിട്ടിയിരിക്കുന്നത് 10 - 1ഉം അതേപോലെ 14 - 1 ആണ്. ദാറ്റ് ഈസ് 9 and 13. ഏതിലാണ് ആൽഫ എടുക്കേണ്ടത്? ആൽഫ = 0.05. ഓക്കെ, 1% അല്ലെങ്കിൽ 99% എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 0.01 എടുത്താൽ മതി കേട്ടോ. അല്ലാത്ത കണക്കുകളിലൊക്കെ നമുക്ക് ഡിഗ്രി ഫ്രീഡം ആൽഫ 0.05 ആക്കി എടുക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 9ൽ 13 എത്രയാണ് വാല്യൂ വരുന്നത്? എഫ് ടേബിൾ വാല്യൂ = 2.72. അപ്പോൾ എങ്ങനെയാണ് അത് കിട്ടിയത് എന്നുള്ളത് ഞാൻ വരച്ച് കാണിച്ചു തന്നു. അപ്പോൾ മുകളിൽ ലാർജർ വേരിയൻസും സൈഡിൽ സ്മോളർ വേരിയൻസ് എടുക്കുക, 2.72 കിട്ടും. അപ്പോൾ ഇതാണ് എഫ് ടേബിൾ വാല്യൂ, എഫ് ആൽഫ അല്ലേ. എഫ് ആൽഫ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എഫ് ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എഫ് വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഫ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് എഫ് ടേബിൾ വാല്യൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് H0. ആൻഡ് ഇഫ് എഫ് വാല്യൂ ഇസ് ലെസ് ദാൻ എഫ് ടേബിൾ വാല്യൂ ദെൻ ആക്സെപ്റ്റ് H0. അപ്പോൾ അതല്ലാത്തവർക്ക് ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ളത് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ വരച്ച് നോക്കുക. അപ്പോൾ വരയ്ക്കുന്നതും രണ്ടും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ if f is greater than f alpha, then reject H0. If f value is less than f alpha, then accept H0. അതായത് എഫിൻ്റെ വാല്യൂ എത്ര? 1.405. മറ്റേത് എത്ര വരും? 2.72. അപ്പോൾ ഇവിടെ എന്താ സ്ഥിതി? 1.405നേക്കാളും വലുതാണ് 2.72 അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് H0. അപ്പോൾ ആക്സെപ്റ്റ് H0. ആക്സെപ്റ്റ് H0 ചെയ്യുമ്പം എന്തായിരുന്നു H0 സെറ്റ് ചെയ്തിരിക്കുന്നത്? ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അല്ലേ. അപ്പോൾ 2 സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് കിട്ടി. അപ്പോൾ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും ഏതിൽ നിന്ന് വരും? ഒരേ പോപ്പുലേഷനിൽ നിന്ന് വരും. അപ്പം SD of the populations are equal അല്ലേ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഡിഫറൻസ് ഇസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഞാനൊരു കാര്യം നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ആൻഡ് ദ പോപ്പുലേഷൻ കം ഫ്രം ദ. ഇനി ഇത് മനസ്സിലാവാത്ത സിമ്പിൾ മനസ്സിലാവാത്തവർക്ക് മാത്രം നമ്മൾ ആ പിക്ചർ ഒന്ന് വരച്ച് കാണിക്കുന്നു. പിക്ചറിൽ എഫ് ടേബിൾ അതിനെ കൊണ്ട് വരയ്ക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പം റെസ്ട്രിക്റ്റഡ് ഏരിയ എത്രയാണ്? 2.72 ആണ്. നടുവിൽ വരുമ്പോൾ ഇത് വരും 0 വരും അല്ലേ. അപ്പോൾ 2.72ൽ കൂടുതലാണെങ്കിൽ റിജക്ഷൻ റീജിയൻ എന്നും പറയും. അതല്ല കുറവാണെങ്കിൽ ആക്സെപ്റ്റൻസ് റീജിയൻ. അപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്ന എഫ് ടേബിൾ വാല്യൂ എത്രയാണ്? എഫ് ടേബിൾ വാല്യൂ 2.72. എഫ് വാല്യൂ എത്രയാണ്? 1.40. അപ്പോൾ 1.405 എന്ന് പറഞ്ഞാലും അത് ഉള്ളിലല്ലേ വരിക.
അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ക്രൈറ്റീരിയ റിജക്ഷൻ റീജിയനിൽ വരുവാണെങ്കിൽ മാത്രം റിജക്ട് ചെയ്താൽ മതി. അതല്ലാത്തതൊക്കെ ഈ ഒരു റീജിയൻ്റെ ഉള്ളിൽ വരുവാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.